ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ഇതൊരു ദിവാലി സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. പക്ഷേ ദിവാലിക്ക് മാത്രമല്ല, നമുക്കിതൊരു ഏതെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷന് അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ബിഗിനേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ദിവാലി സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വണ്യയുടെ ഒരു ഫേസ് ക്രീമാണ്. ഇത് നമ്മൾ നന്നായിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പ് പ്രൈമറാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് എൻവൈബയുടെ പ്രൈമറാണ്. അത് കുറച്ചെടുത്ത് നമ്മളെ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മളെ ഫേസിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ 3-in-1 ഫൗണ്ടേഷനാണ്. നമ്മൾ എൻവൈബയുടെ നമുക്ക് കൺസീലർ, ഹൈലൈറ്റർ, കറക്റ്റർ, അതേപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിക്കാണ് നമ്മൾ എൻവൈബയുടെ ഒരു സ്റ്റിക്ക്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഡാബ് ചെയ്ത് എൻ്റെ സ്കിൻ ടോണായിട്ട് ഞാൻ മാച്ചാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് മുഖം വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ മുഖത്തുള്ള സൺബേൺ, ബ്ലെമിഷേഴ്സ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഒന്ന് ഹൈഡ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ല. ബ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഷായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റാണ് അടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ക്രീം പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യണത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് എൻവൈബയുടെ കോമ്പാക്റ്റാണ്. കോമ്പാക്റ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്രീം പ്രോഡക്റ്റ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ ഐബ്രോസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐബ്രോസൊക്കെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ADSൻ്റെ ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള ഐബ്രോസൊന്നും ഞാൻ അങ്ങനെ ഡാർക്ക് ആക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുഖം കുറച്ചും കൂടി ഇരുണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എൻഡിലൊക്കെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഐബ്രോ കുറച്ചും കൂടി ഡാർക്ക് ആകുമ്പോഴേക്കും എൻ്റെ ഫേസ് കുറച്ചും കൂടി ഡള്ളായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ 2 സൈഡിൽ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യണം കേട്ടോ. ഇതും എൻവൈബയുടെ കൺസീലറാണ്. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഐ മേക്കപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് ഹൈഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൺസീലർ യൂസ് ചെയ്തിട്ടുള്ളത്. കൺസീലർ എൻവൈബയുടെ കൺസീലറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ വെറ്റായിട്ടുള്ള എൻ്റെ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാർക്സിൻ്റെ ഒരു ഷിമറി ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബേസാണ്. നമ്മൾ ബേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആകുന്ന കളർ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോൾ ഐ ഷാഡോ യൂസ് ചെയ്താൽ ബേസ് അപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മൾ ഐ ഷാഡോയുടെ കളർ എടുത്ത് കാണുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ബേസ് ഞാൻ നന്നായിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐ മേക്കപ്പ്. ഇതെൻ്റെ ഔട്ട്ഫിറ്റായിട്ട് മാച്ച് ആക്കുന്ന ഒരു ഐ ഷാഡോ ആണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്യണത് എൻ്റെ ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ള പീച്ച് കളറിൻ്റെ ഒരു ഐ ഷാഡോ ആണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് എൻ്റെ ഐസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ ചിലത് ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഐ ഷാഡോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡീപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക ഏതെങ്കിലും ഒരു തുണിയിൽ. എന്നിട്ട് നമ്മൾ ഐ ഷാഡോ എടുത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് അപ്ലൈ ആകും. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബ്രഷിൽ ഐ ഷാഡോ എടുക്കുമ്പോഴേക്കും നമ്മൾ ഐസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഷാഡോ ആവാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ ഷാഡോ നന്നായിട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഷിമറി ക്രീമി ഐ ഷാഡോ ആണ്. അപ്പോൾ ഞാൻ നോർമൽ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ആവാറുണ്ട് കേട്ടോ. പിന്നെ മാർക്സിൻ്റെ ഐ ഷാഡോ ഒക്കെ നല്ല അടിപൊളി ഐ ഷാഡോസാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ എന്താ പറയുക പീച്ച് കളർ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ എൻഡിൽ അപ്ലൈ ചെയ്യണത് എൻ്റെ എന്താ പറയുക എൻ്റെ പല്ലുവിന് മാച്ചായിട്ടുള്ള ബ്ലൂ കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നടുക്ക് അപ്ലൈ ചെയ്യണത് ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീച്ച്, ഗോൾഡൻ ആൻഡ് ബ്ലൂ ഈ ഒരു ഷെയ്ഡിലാണ് എൻ്റെ ഐ മേക്കപ്പ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ ഒരു ഗ്യാപ്പ് അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഔട്ട്ഫിറ്റിന് മാച്ചാകുന്ന ഒരു ഐ മേക്കപ്പ്. പിന്നെ നമുക്ക് നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ട് ഐ മേക്കപ്പ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ ഐ ഷാഡോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലിക്വിഡ് ലൈനർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻവാബയുടെ ലിക്വിഡ് ലൈനറാണ്. എൻവാബയുടെ ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡ് ലൈനറും നല്ല അടിപൊളി ലൈനറാണ്. എൻ്റെ കയ്യിൽ 3 ഉണ്ട്. ആ 3 നല്ല അടിപൊളിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. പെട്ടെന്നൊന്നും സ്കിന്നിൽ നിന്ന് ഇത് പോവാറില്ല. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് വാലിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. വിങ് ഐലൈനറാണ് ഞാൻ ഡ്രോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഡ്രോ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ലേ, ആ രണ്ടിനെയും കൂടെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനും നമ്മൾ ഐ ഷാഡോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഐ ഷാഡോ ഐലൈനറൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സെല്ലോ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. സോ നമ്മൾ ഐ ഷാഡോക്ക് യൂസ് ചെയ്തപ്പോൾ ഐ ഷാഡോ കണ്ണിൻ്റെ താഴേക്ക് ചെറുതായിട്ടൊക്കെ ആവാറുണ്ട്, അതിൻ്റെ ഷിമ്മർ ഒക്കെ താഴോട്ട് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും നമ്മൾ ബ്ലെമിഷസ് ഉള്ള ഭാഗത്ത് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യുകയാണ്. കൺസീലർ എനിക്ക് ഡാർക്കായിട്ടുള്ള ഭാഗത്ത് എൻ്റെ അണ്ടർ ഐയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ലൈറ്റായിട്ടേ ഉള്ളൂ, വലുതായിട്ടില്ല, എനിക്ക് ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് എന്താ വിചാരിക്കണം, നമ്മൾ ഫൗണ്ടേഷൻ കൺസീലറൊക്കെ മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യണത്. ഇത് ജസ്റ്റ് മുഖത്തിന് നല്ലൊരു ലുക്ക് കിട്ടാനും ഗ്ലോ കിട്ടാനും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. നമ്മൾ കൺസീലർ, ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ നമ്മൾ കോമ്പാക്റ്റ്, ഇതൊന്നും നമ്മൾ സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോണത് എൻവാബയുടെ ഒരു കാജൽ പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എൻ്റെ അപ്പർ വാട്ടർ ലൈനും ലോവർ വാട്ടർ ലൈനും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഡാർക്കാക്കി ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാജൽ ഐസ് നന്നായിട്ട് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഐസ് നന്നായിട്ട് വലുതാക്കി ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് അടുത്ത് ചെയ്യാൻ പോണത്, ഞാൻ നേരത്തെ എൻ്റെ യൂസ് ചെയ്തില്ലേ ഡാർക്ക് ബ്ലൂ കളറിലെ ഐ ഷാഡോ, ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ, ഡാർക്കല്ല, അത് വെച്ചിട്ട് അത് ബ്രഷിലെടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ നല്ല ലുക്ക് വരാനും ഐസ് കുറച്ചും കൂടെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോണത് മസ്കാരയാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എൻ്റെ ഐലാഷസ് വലുതാണ്, അതുകൊണ്ട് ഞാൻ കേളർ വെച്ചിട്ട് കേൾ ചെയ്യില്ല, ബ്രഷ് വെച്ചിട്ട് അതൊന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് കോൺടോറിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാർക്സിൻ്റെ കറക്റ്റർ കോൺടോർ പാലറ്റാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കോൺടോർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോൺടോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഡാബ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ എന്നാൽ മാത്രമേ ഫേസ് കുറച്ചും കൂടെ സ്ലിമ്മായിട്ട് ഇരിക്കുള്ളൂ. നമ്മൾ ഡാബ് ചെയ്തെല്ലാം കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറൻസ് സ്ലിമ്മായി ഫേസ് കാണില്ല. അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് നോസ് കോൺടോറാണ്. അപ്പോൾ എൻ്റെ നോസ് കുറച്ചും കൂടെ വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോസ് കോൺടോർ ചെയ്യണത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലഷാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പീച്ചി ഓറഞ്ച് കളറിൻ്റെ ബ്ലഷാണ്. ഇത് ഞാൻ രണ്ട് സൈഡിൽ എൻ്റെ ചീക്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലഷ് അപ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെ ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഷിമ്മറി ഉണ്ട് ഈ ഒരു ബ്ലഷ്. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ഹൈലൈറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷിവാനയുടെ ഹൈലൈറ്ററാണ്. ഇതൊരു നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. ഇതിനകത്ത് കുറേ ഷെയ്ഡ്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഒരു സ്കിൻ കളറിൻ്റെ ഒരു ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചീക്സിൻ്റെ രണ്ട് സൈഡും ഫോർഹെഡും നോസും ചിന്നും പിന്നെ ഐബ്രോ ബോണും ഞാൻ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റർ കുറച്ച് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അതിനൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പിൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ഒന്ന് ഹൈലൈറ്ററും പിന്നെ ലിപ്സ്റ്റിക്കും. അപ്പോൾ ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻവാബയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ലൊരു മാറ്റ്
ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മൾ റെഡ് കളറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് റെഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ആ ലുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മേക്കപ്പ് ലുക്കൊക്കെ നന്നായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻവാബയുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അതെൻ്റെ ഫേസിൽ ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദിവാലിക്ക് മാത്രമല്ല, ഒരു പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഈ ഓരോ വീഡിയോനെ. എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാൻ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. So till the next video, bye bye.